ഹലോ, വെൽക്കം ടു അമ്മൂസ് മെയിൽ ബോക്സ്. സോ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് എല്ലാവരും സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. നമുക്കിന്ന് സിമ്പിളായിട്ടൊരു സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുത്താലോ. സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു കപ്പ് കടലമാവ്, പിന്നെ അരക്കപ്പ് നെയ്യും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുത്തൊരിതാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത്. അടുത്തത് നമുക്ക് മിൽക്ക് പൗഡർ 2 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വെളുത്ത എള്ള്, പിന്നെ ഫ്രഷ് കാഷ്നട്ട്സ്. ഇത്രയാണ് നമ്മുടെ സ്വീറ്റിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമ്മുടെ കടലമാവും കൂടെ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ മിൽക്ക് പൗഡർ ഇല്ലേ, അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. സോ നമ്മൾ 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ എടുത്ത് വെച്ചത് കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി അതിന് നടുക്കായിട്ടൊരു കുഴി നമ്മൾ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഒരു നെയ്യും ഓയിലും കൂടി ഒരു മിക്സറല്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നല്ല രീതിയിൽ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി ഒരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കണം കേട്ടോ. നമ്മളിതിനകത്ത് ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സോൾട്ടും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവാവുന്ന വരെ നമ്മൾ മിക്സ് എടുക്കുക. അത് നല്ല രീതിയിലാവുന്ന ഈ ഒരു ചെറിയതായിട്ട് ഒട്ടപ്പിടിക്കുന്ന ടൈപ്പ് മാവ് ഉണ്ടാവണം. ഇത് നമ്മൾ സ്റ്റവ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക. കാരണം ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കുക കേട്ടോ. ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വേണം നമ്മളിതൊന്ന് ചെയ്യാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഇച്ചിരി മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറച്ച് കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ ഇത് പോരാ, ശരിയും കൂടെ നല്ല കളറ് വേണം നമുക്ക്. കാരണം അതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴാണ് അതിൻ്റെ പച്ചമണം എല്ലാം പൂർണ്ണമായിട്ട് മാറി കാണാൻ നല്ല രസമുള്ളത്. സോ അവിടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ ഒരു ബ്രൗൺ കളർ ഇച്ചിരി കളറായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും കാഷ്നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രഷ് കാഷ്നട്ട്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാഷ്നട്ട്സോ ബദാമോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്നട്ട്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ്. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഡോ ആയിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഇതുപോലെ വേണം കാണാൻ. നല്ല കണ്ടോ, ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. പിന്നെ പച്ചമണം എല്ലാം മാറി ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. പച്ചമണമൊക്കെ മാറി ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളുത്ത എള്ളൊക്കെ ഇട്ട് ഇളക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഈ വെളുത്ത എള്ളിട്ട് ഇളക്കുന്നത്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് എന്ത് ചെയ്യണം, നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ നിന്നെടുത്ത് വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി
നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇളക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വെളുത്തുള്ളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ വെളുത്തുള്ളിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് വേറെയാണല്ലേ. അത് നല്ല രീതിയിൽ ഇന്ന് ഇളക്കി യോജിച്ചെടുക്കുക. വളരെ സിമ്പിളാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് 1 കപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പഞ്ചസാര നമ്മൾ ചേർത്തില്ലായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല, പക്ഷെ നമ്മൾ പഞ്ചസാര ചേർത്ത് നമ്മളിപ്പോൾ ഇളക്കാൻ പോവാണ്. ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ ഇളക്കിയില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കണം. താണ്ട ഇതുപോലെ നിങ്ങൾക്ക് ഇളക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇളക്കാം. പക്ഷേ ഇളക്കി അവസാനം നല്ല ഇതെല്ലാം ഒരൊറ്റ കളറായിട്ട് കാരണം ഇതിപ്പോൾ പഞ്ചസാരയൊന്നും കറക്റ്റ് ഇളക്കി വന്നിട്ടില്ല. നല്ല രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം ഇതുപോലെ വരും. അതായത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഈ സെറ്റിന് പാത്രം എടുക്കുക. ഞാൻ നമ്മുടെ കേക്കിൻ്റെ പാത്രമാണ് എടുക്കേണ്ടത്. അതിനകത്ത് വെള്ളയിൽ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടർ പേപ്പർ അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലാണ് വെള്ളയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഏത് പാത്രം എടുക്കാം, പക്ഷേ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ പറയുക, കേക്കിൻ്റെ പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും ഇഷ്ടമാണ് നല്ലത്. കാരണം അത് ഉരുകി പോകരുതല്ലോ. കാരണം ഉരുകി പോകാത്ത നല്ല പാത്രത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രത്തിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ടാപ്പ് എടുക്കുമ്പോൾ ഇച്ചിരി ഫിനിഷിങ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിപ്പോൾ സ്പാച്ചില മാറ്റി ഇവിടെ സ്പൂൺ വെച്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി നല്ലത്. ഞാൻ അതാണിപ്പോൾ സ്പൂൺ വെച്ച് നല്ല നിന്ന് ടാപ്പ് ചെയ്ത് ആ ഒരു ഫിനിഷിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മളത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്യാൻ, അല്ലാതെ ചൂടാറാനും വെക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. എന്നാണ്ട് അവിടെ സാധനം ഇവിടെ ആയിട്ടുണ്ട്. അടുപ്പത്തൊക്കെ മാറ്റി വെക്കാം. അടിപൊളി സ്വീറ്റ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കത്തർക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഓരോ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ വെക്കാം. നിങ്ങൾ നമുക്ക് ഒടിച്ചു നോക്കാം. എന്ത് സോഫ്റ്റാണെന്നില്ലേ, നല്ല സോഫ്റ്റാണ്. വാലിട്ട് അലുത്തവും ഒരു മൈസൂർ പാക്കിൻ്റെ ചെറിയ ടേസ്റ്റൊക്കെ വരുന്ന അടിപൊളിയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. നല്ല മസ്റ്റ് ട്രൈ ആണ്. സലാഡ് വിചാരിക്കുന്നു. ബൈ.